കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ സമയത്ത് രാഷ്ട്രപതി ഭവന്റെ ഉള്ളിലൂടെ ഒരു വന്യജീവി പോകുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊരു പുലി പുറകെ കൂടെ പോയതാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊരു പുലിയല്ലായിരുന്നു, അതൊരു പൂച്ചയായിരുന്നു. പൂച്ചയാണെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അവരത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ 50 മെയിൻ കമ്പനികളുടെ ഒരു കൂട്ടമാണ് നിഫ്റ്റി 50. റിലയൻസ്, LIC, മാരുതി, അദാനി അതുപോലുള്ള ഒരു 50 കമ്പനികളുടെ ഒരു ഗ്രൂപ്പാണ് നിഫ്റ്റി 50. ഈ നിഫ്റ്റി 50യുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് $2.7 ട്രില്യൺ ആണ്. പക്ഷേ നിങ്ങൾ എൻവിഡിയ എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? AI ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പോൾ കമ്പനികൾ യൂസ് ചെയ്യുന്ന ചിപ്പ് എൻവിഡിയ ഉണ്ടാക്കുന്ന ചിപ്പാണ്. ഈ എൻവിഡിയ എന്ന് പറയുന്ന കമ്പനിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3 ട്രില്യൺ ആയിരിക്കുകയാണ് ഇപ്പോൾ. AIക്ക് എത്രമാത്രം ലോകം ഇനി പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിന്റെ പ്യുവർ ഇൻഡിക്കേഷൻ ആണ്. മെർസിഡീസ് ബെൻസിന്റെ ഒരു പവർഫുൾ ജി വാഗൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഇലക്ട്രിക് വേരിയന്റിന് ഇറങ്ങാൻ പോവാണ്. അതിലൊരു കിഡിലൻ ഫീച്ചർ വന്നിട്ടുണ്ട്, ജി ടേൺ. നിന്ന നിപ്പില് നമുക്ക് ആ വണ്ടി 360 ഡിഗ്രി കറക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. ടയറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുമ്പോഴാണ് ഇതുപോലുള്ള ഒരു മൂവ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. പുതിയ വാർത്തകൾക്കായിട്ട് ഫോളോ ചെയ്യണേ.